ഹലോ ട്രേഡേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇന്നലെ നമ്മുടെ വീഡിയോസ് കണ്ടൊക്കെ മനസ്സിലായി കാണും. നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ മാർക്ക് ചെയ്തിരുന്നു. അതനുസരിച്ച് മാർക്കറ്റിൽ ഒരു ട്രേഡ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരുന്നു. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി 50യുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നും മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 250.47 അതിനുശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത് 250.90 ആ ലെവൽ വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലോസിംഗ് നോക്കുമ്പോൾ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും ക്യാൻഡിൽസിൽ ഓൾമോസ്റ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കുന്ന സെറ്റപ്പാണ്. പക്ഷേ 2 ഡേയ്സ് ആയിട്ട് സെയിം ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റാണ് നടന്നത്. ഇന്നലെ ഇന്നും അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് ഓപ്പണായി അപ്സൈഡിൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണായി അപ്സൈഡിൽ അല്ലെങ്കിൽ തന്നെയും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു റാലിയാണ് അപ്സൈഡിലേക്ക് നടത്തിയത്. പക്ഷേ സെയിം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലത്തെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിഫ്റ്റിക്കും അത്ര ഒരു സ്മൂത്തായിട്ട് ഒരു അപ്സൈഡിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. സ്ട്രഗിൾ ചെയ്താണ് ട്രേഡ് നടന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിലൊക്കെ വളരെയേറെ സമയങ്ങൾ ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഒരു അപ്സൈഡ് മൂവ് കിട്ടിയത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലെ GSTയുടെ കാര്യങ്ങൾ ഇഷ്യൂസുകളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഒന്നും കൺഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അവിടെ ഒരു റാലി നടക്കാത്തതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് നടന്ന സ്ഥിതി അത് ഫിൽ ചെയ്യണം. അപ്പം ടോട്ടൽ റീറ്റെയിൽസ് എല്ലാം പാനിക്കാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഫാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്ന നാളെ നിഫ്റ്റി ഒരു എക്സ്പയറി ഡേ ആകുമ്പോഴത്തേക്കിനും മാർക്കറ്റിൽ ഒരു വ്യൂ നമുക്ക് അത്ര കൺഫർമേഷനായിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. 2 ഡേയ്സിലും ആ ഒരു കൺഫ്യൂസ് ട്രേഡാണ് നടന്നിരിക്കുന്നത്. പക്ഷേ പ്രീ ഓപ്പ് മാർക്കറ്റിനകത്തും 300 എബോ നെഗറ്റീവിലാണ് ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യൂവിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഇന്ന് ഒരു ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ടൈമിലേക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുമെന്നായിരുന്നു. പക്ഷേ അണ്ടർ പ്രഷറിലാണ് നിഫ്റ്റി. നാളത്തെ ഒരു ഓപ്പണിങ്ങിലെ ആ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരാനും വളരെ സാധ്യത കൂടുതലാണ്. കാരണം നിഫ്റ്റിയുടെ എല്ലാത്തും മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയും അതൊരു നെഗറ്റീവ് സ്റ്റേജിലേക്ക് പോകുകയും പിന്നെ പോസിറ്റീവിലേക്ക് വരികയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഒരു നല്ലൊരു ടെൻഷൻ പാനിക് സെറ്റപ്പാണ്. ഇപ്പോൾ ഈ ഡേ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു റേഞ്ച് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വളരെയേറെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് സെയിം ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അവിടെ ബ്രേക്കൗട്ട് പോലത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ഒക്കെ ക്രോസ് ചെയ്ത് പോകത്തക്ക വിധത്തിലുള്ളൊരു സെറ്റപ്പാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോൾ നടക്കും ഇതൊരു വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം പിന്നെ അവിടെ ബിഗ് സെറ്റപ്പിലേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ വരച്ച് നോക്കുമ്പോൾ ഡ്രോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ 24,500 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോയി അതിന് ശേഷം മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹയർ ഹൈ അതിൽ ഹയർ ലോയിലേക്കാണ് അടുത്ത ഫോം ആയിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നിന്ന് പിന്നെ ഹയർ ഹൈയിലേക്ക് പോയാലും അവിടെ നിന്ന് മാർക്കറ്റ് ഫോളിംഗ് ആണ് ഇവിടെ പ്രതീക്ഷിക്കാം. ഈ ഒരു ഹ്യൂജ് ഹൈപ്പിന് ശേഷം മാർക്കറ്റ് ഇവിടുത്തെ ഒരു ഹ്യൂജ് ഹൈപ്പിന് ശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് പിന്നെ അപ്സൈഡിലേക്ക് പോയി പിന്നെ ചെറിയ ട്രസ്മെൻ്റ് എടുത്ത് പിന്നെ അപ്സൈഡിലേക്ക് പോകണം. പക്ഷേ ഇതൊരു സ്ട്രോങ് സെറ്റപ്പ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, എനിവേ ഗൈസ്, നമ്മുടെ മാർക്കറ്റിലെ ഡേ ചാർട്ടിലെ ആ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് മാർക്കിംഗ് ചെയ്തിരിക്കുന്ന ലെവൽസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇന്നത്തെ ഹൈ ലെവൽ തന്നെയാണ് 25,990 ഒക്കെ. അതിനുശേഷം ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ പ്രീവിയസ് 2 ഡേയ്സിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് 24,870. കാരണം ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒരു മാർക്കറ്റിലെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടായി. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പോലും നടക്കുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വരികയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 24,600 ആ റേഞ്ചിലേക്കൊക്കെ വരാൻ സാധ്യത ശേഷം റിവേഴ്സ് എടുക്കാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു വ്യൂവിൽ നാളത്തെ ട്രേഡ് നോക്കാം. നാളത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സ് ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിവേ നോക്കാം നാളത്തെ ട്രേഡ് ഏത് രീതിയിലാണ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് ഈ ഒരു ട്രെൻഡിൽ നമുക്കിവിടെ ഡ്രോ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഫീലിങ്സ് ഓൾറെഡി നടന്നിട്ടുള്ള സ്റ്റേജുകളാണ് ഇവിടെയൊക്കെ. അതിനുശേഷം പിന്നെ മാർക്കറ്റ് വന്ന് ഇവിടെ ഒരു സപ്പോർട്ടീവ് എടുത്തിട്ടുണ്ട്. ഒരു 2-3 ടൈംസിൽ കൂടുതൽ സപ്പോർട്ട് എടുത്ത് പിന്നീട് മാർക്കറ്റ് വന്നിട്ടുള്ള ഒരു നാരോ ആയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ്. ഇവിടെ നിന്നൊരു സഡൻ ഹൈപ്പ് കിട്ടാനും വളരെ സാധ്യത കൂടുതലാണ്. കാരണം 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി മൂവ്മെൻറ്റ് നിഫ്റ്റി സപ്പോർട്ടിൽ ഓപ്പോസിറ്റ് ട്രേഡാണ് ഇന്ന് നടന്നിരിക്കുന്നത്, പ്ലസും മൈനസും ആയിട്ടൊക്കെ. അപ്പം HDFCയുടെ ഒന്നും സപ്പോർട്ട് അത്ര ഇല്ലാത്ത റിലയൻസിൻ്റെ ഒക്കെ ഇന്ന് നെഗറ്റീവിലേക്ക് പോയി. HDFC ആയിരുന്നു ആ സ്റ്റേജിലൊക്കെ എത്തിയതുകൊണ്ട് വളരെയേറെ പാനിക്കായിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ഈ ഒരു ട്രേഡ് 2 ഡേയ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റ് 55,700 ആണ്. അതിനുശേഷം മാർക്കറ്റ് ഹൈ പോയിരിക്കുന്നത് 56,150 ആ റേഞ്ചിലേക്കൊക്കെയാണ്. അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ലൈനിലേക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈ ആണ് ഈ വന്നിരിക്കുന്നത്. 2 ഡേയ്സിലെ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ക്ലോസ് ആയിട്ട് തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിലേക്ക് മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ 55,570 എന്നൊക്കെ താഴോട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ പിന്നെ ഇമീഡിയറ്റ് ആയിട്ടൊരു മേജർ സപ്പോർട്ട് വരുന്ന ലെവൽ എന്ന് പറയുന്നത് 55,000 തന്നെയാണ്. ഈ ഒരു റേഞ്ച് തന്നെയാണ് വരിക സ്റ്റേജ്.
ഒരു ഗ്യാപ്പ് ഫില്ലിങ് കാര്യങ്ങളൊക്കെ നടന്ന് അതിനുശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഡേ ചാർട്ടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആയി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിങ്ങളെപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് വ്യൂ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫർമേഷനുകൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 55,250 ഒക്കെ ഈ ഒരു റേഞ്ചൊക്കെ ക്രോസ് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവൽ വരും. 55,200 ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് 55,000ലേക്ക് വന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ വളരെ സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് എന്ന് പറയുന്നത് സപ്പോർട്ടീവായിട്ട് ഇമീഡിയറ്റ് ആക്ട് ചെയ്യുന്നത് 55,570 അതിന് ശേഷമുള്ളത് ഒരു 55,240 ആ റേഞ്ചും അതിനുശേഷം 55,000 ആണ് നമുക്കിതിനകത്തുള്ളത്. അപ്പോൾ നാളെ ഈ ഒരു പ്രഷറിൽ മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നതും വെച്ച് നോക്കുമ്പോഴത്തേക്കും അണ്ടർ പ്രഷറിലാണ് ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുന്നത്. നാളത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റും അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നാളത്തെ പ്രീ ഓപ്പണിൻ്റെ സെറ്റപ്പോട് കണ്ടിന്യാൽ കൺഫർമേഷൻ ആകത്തുള്ളൂ മാർക്കറ്റിൽ ഏത് മൂവ്മെൻറ്റിലേക്ക് ഈ സൈഡിലേക്ക് മാർക്കറ്റ് വ്യൂ പോകുക എന്നുള്ളത്. പക്ഷേ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, എനിവേ ബാക്കി പ്രത്യേകിച്ച് അതിനകത്തൊരു വ്യൂ കിട്ടാനില്ല. നാളത്തെ എക്സ്പയറി ദിവസം വളരെ വോളറ്റൈൽ ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, പിന്നീട് ഒരു വീഡിയോ